അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മൾ ജീവിക്കുന്നത് വളരെ സങ്കീർണമായ ഒരു കാലഘട്ടത്തിലാണ്. 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും മാത്രം, അതായത് കഴിഞ്ഞ ഒരു 70 വർഷത്തിനിടയിൽ മാത്രം മനുഷ്യ സമൂഹം കേട്ടു തുടങ്ങിയ ചില പുതിയ സിദ്ധാന്തങ്ങളുണ്ട്. അതിനു മുമ്പ് ലോകത്ത് ഒരു മനുഷ്യനും കേൾക്കാത്ത, ഇസ്ലാമിക കാഴ്ചപ്പാടിൽ തികച്ചും അപരിചിതമായ ചില ആശയങ്ങൾ. ജെൻഡർ ന്യൂട്രാലിറ്റി, ട്രാൻസ്ജെൻഡർ, സിംഗിൾ ലൈഫ് തുടങ്ങിയ കേൾക്കുമ്പോൾ വളരെ ആകർഷകമായി തോന്നുന്നവ, എന്നാൽ വലിയ ചതിക്കുഴികൾ ഒളിപ്പിച്ചുവെച്ച വിഷയങ്ങളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. എന്താണ് ഇതിൽ ഇസ്ലാമിൻ്റെ കൃത്യമായ നിലപാട്? നമുക്ക് പരിശോധിക്കാം. ഒരു സ്ത്രീ പുരുഷനാവുക അല്ലെങ്കിൽ ഒരു പുരുഷൻ സ്ത്രീയാവുക എന്നത് ഇസ്ലാമിൽ എത്രത്തോളം ഗൗരവമുള്ള വിഷയമാണെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടിൽ അതൊരു പൈശാചികമായ പ്രേരണയാണ്. പിശാച് മനുഷ്യർക്ക് പരിചയപ്പെടുത്തി കൊടുത്ത, അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിക്കെതിരെയുള്ള ഒരു നീക്കമാണിത്. ഖുർആൻ നമ്മോട് പറയുന്നുണ്ട്, ശൈത്താൻ മനുഷ്യനോട് ആശയവിനിമയം നടത്തി അവർക്ക് ചില സിദ്ധാന്തങ്ങൾ ഓതിക്കൊടുക്കുമെന്ന്. അത് കേൾക്കുമ്പോൾ മനോഹരമായി തോന്നും, പക്ഷേ അത് വലിയൊരു ചതിയാണ്. ഇവിടെ നമ്മൾ രണ്ട് കാര്യങ്ങൾ വേർതിരിച്ച് കാണേണ്ടതുണ്ട്. ജന്മനാ ഉള്ള ഹോർമോൺ വ്യതിയാനങ്ങൾ കൊണ്ട് ആൺകുട്ടികളിൽ സ്ത്രീകളുടെ ലക്ഷണങ്ങളോ പെൺകുട്ടികളിൽ പുരുഷന്മാരുടെ ലക്ഷണങ്ങളോ കാണപ്പെടാം. അത് ചികിത്സ കൊണ്ടോ കൗൺസിലിംഗ് കൊണ്ടോ തെറാപ്പി കൊണ്ടോ മാറ്റിയെടുക്കാവുന്നതാണ്. അതൊരു രോഗാവസ്ഥയാണ്, അതിന് ചികിത്സയുണ്ട്. എന്നാൽ യാതൊരു ശാരീരിക പ്രയാസങ്ങളുമില്ലാത്ത, കേവലം മനസ്സിൻ്റെ തോന്നലുകൾ കൊണ്ട് മാത്രം ലിംഗമാറ്റ ശാസ്ത്രക്രിയക്ക് വിധേയരാകുന്ന പ്രവണത ഇന്ന് വർദ്ധിച്ചു വരികയാണ്. ഒരു സൈക്യാട്രിസ്റ്റിനെ കണ്ടാൽ തീരാവുന്ന പ്രശ്നത്തെ 10-12 മേജർ സർജറികൾ നടത്തി ശരീരത്തെ കീറിമുറിക്കുന്ന അവസ്ഥയിലേക്ക് അത് എത്തുന്നു. ലക്ഷക്കണക്കിന് രൂപ ചിലവഴിച്ച് നടത്തുന്ന ഇത്തരം സർജറികൾ കൊണ്ട് ഒരാൾ പൂർണ്ണമായി മാറുന്നുണ്ടോ? ഇല്ല എന്നതാണ് സത്യം. ഒരു സ്ത്രീ സർജറിയിലൂടെ ആണായാൽ അവർക്ക് ബീജം ഉൽപ്പാദിപ്പിക്കാൻ കഴിയില്ല. ഒരു പുരുഷൻ സ്ത്രീയായാൽ ഗർഭം ധരിക്കാനോ പ്രസവിക്കാനോ കഴിയില്ല. പലപ്പോഴും ഇത്തരം സർജറികൾക്ക് ശേഷം കടുത്ത വേദനയും നിരാശയും അനുഭവപ്പെടുന്നവരുടെ അനുഭവങ്ങൾ നമ്മുടെ മുന്നിൽ തന്നെയുണ്ട്. നമ്മുടെ കേരളത്തിൽ തന്നെ നടന്ന ചില സംഭവങ്ങൾ നമ്മൾ വാർത്തകളിൽ കണ്ടതാണ്. ആണാകാൻ ആഗ്രഹിച്ച് ബ്രസ്റ്റ് റിമൂവൽ സർജറി നടത്തിയ ഒരു വ്യക്തി പിന്നീട് ഗർഭം ധരിക്കുകയും പ്രസവിക്കുകയും ചെയ്തപ്പോൾ പറഞ്ഞ ഒരു വാക്കുണ്ട്, എനിക്കൊരു സങ്കടമേയുള്ളൂ, എൻ്റെ കുട്ടിക്ക് മുലപ്പാൽ കൊടുക്കാൻ എനിക്കിപ്പോൾ കഴിയില്ലല്ലോ എന്ന്. ഒരു ആവേശത്തിന് ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തിയാൽ പിന്നീട് മനസ്സ് മാറിയാൽ പോലും പഴയ രൂപത്തിലേക്ക് തിരിച്ചു പോകാൻ കഴിയില്ല. അള്ളാഹു നൽകിയ ശരീരത്തെ വികൃതമാക്കുന്ന, തിരുത്താൻ കഴിയാത്ത വലിയൊരു തെറ്റാണിത്. ഇസ്ലാമിക കർമ്മശാസ്ത്രപരമായി നോക്കിയാൽ ഒരാൾ പൂർണ്ണമായും ലിംഗമാറ്റം വന്നാൽ ശരീരം ഏതാണോ അതിനനുസരിച്ചുള്ള വിധികളാണ് ബാധകമാവുക. പക്ഷേ ബോധപൂർവം ഇങ്ങനെയൊരു മാറ്റത്തിന് വിധേയമാകുന്നത് വൻ പാപമാണ്, ഹറാമാണ്. ഇനി ആർക്കെങ്കിലും ഇത്തരം തെറ്റുകൾ സംഭവിച്ചു പോയാലോ, അല്ലെങ്കിൽ ഇത്തരം ചിന്തകൾ മനസ്സിൽ വന്നാലോ, അവിടെയാണ് ഇസ്ലാമിൻ്റെ കാരുണ്യം നമ്മൾ കാണേണ്ടത്. തെറ്റുകൾ മനുഷ്യസഹജമാണ്. തെറ്റ് ചെയ്യാത്തവരായി മലക്കുകൾ മാത്രമേയുള്ളൂ. അമ്പിയാക്കൾ പാപസുരക്ഷിതരാണ്. എന്നാൽ സാധാരണ മനുഷ്യർക്ക് തെറ്റ് സംഭവിക്കാം. ഒരു തെറ്റ് സംഭവിച്ചു എന്നതുകൊണ്ട് ആരും മനോരോഗിയാവുകയോ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുകയോ ചെയ്യേണ്ടതില്ല. ഇനി എനിക്ക് രക്ഷയില്ല എന്ന് പിശാച് തോന്നിപ്പിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ വാതിൽ എപ്പോഴും തുറന്നു കിടക്കുകയാണ്. പാപിയുടെ തീർത്ഥാടന യാത്രയാണ് തൗബ. എത്ര വലിയ തെറ്റാണെങ്കിലും ആത്മാർത്ഥമായി ഖേദിച്ചു മടങ്ങുന്നവനെ അള്ളാഹു പുറത്തു കൊടുക്കും. തെറ്റുപറ്റിയാൽ നിരാശപ്പെടാതെ തിരുത്തി മുന്നോട്ട് പോവുക എന്നതാണ് ഇസ്ലാമിക രീതി. ഇന്നത്തെ മറ്റൊരു ട്രെൻഡാണ് സിംഗിൾ ലൈഫ് അല്ലെങ്കിൽ സോളോ ലൈഫ്. എനിക്ക് ഞാൻ തന്നെ മതി, എന്തിനാണ് മറ്റൊരു പങ്കാളി എന്ന ചോദ്യം പുതിയ തലമുറ ചോദിക്കുന്നു. ഇസ്ലാമികമായി നോക്കിയാൽ വിവാഹം കഴിക്കാതെ ജീവിക്കുന്നത് ഹറാമായ കാര്യമല്ല. ചരിത്രത്തിൽ ഇമാം നവവി റളിയല്ലാഹു അൻഹു, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു തുടങ്ങിയ മഹാന്മാർ വിവാഹം കഴിച്ചിട്ടില്ല. പക്ഷേ അവരുടെ ലക്ഷ്യം വേറെയായിരുന്നു. വൈവാഹിക ജീവിതം തൻ്റെ ഇബാദത്തിനും ഇൽമിനും തടസ്സമാകുമോ എന്ന ഭയമായിരുന്നു അവർക്ക്. അള്ളാഹുവിനോടുള്ള ഇഷ്ക് കാരണമായിരുന്നു അവർ ഒറ്റയ്ക്ക് ജീവിച്ചത്. എന്നാൽ ഇന്നത്തെ സിംഗിൾ ലൈഫ് അങ്ങനെയല്ല. അത് സ്വാർത്ഥതയിൽ നിന്ന് ഉണ്ടാവുന്നതാണ്. എൻ്റെ ശരീരം ആസ്വദിക്കാൻ ഞാൻ മതി, എനിക്ക് വേറൊരാളുടെ ആവശ്യമില്ല എന്ന ചിന്തയാണത്. ഓർക്കുക, മനുഷ്യനൊരു സാമൂഹിക ജീവിയാണ്. രാവും പകലും ചേരുമ്പോഴാണ് ഒരു ദിവസം പൂർണ്ണമാകുന്നത്. ചാറും ചോറും ചേരുമ്പോഴാണ് ഭക്ഷണം രുചികരമാകുന്നത്. അതുപോലെ ആണും പെണ്ണും ചേരുമ്പോഴാണ് മനുഷ്യജീവിതം പൂർണ്ണമാകുന്നത്. ഇന്ന് സിംഗിൾ ലൈഫ് ആഘോഷിക്കുന്ന പലരും
പാശ്ചാത്യ ലോകത്തായാലും സെലിബ്രിറ്റികൾക്കിടയിലായാലും അവസാനം ചെന്നെത്തുന്നത് വിവാഹത്തിലേക്ക് തന്നെയാണ്. യൗവനത്തിൽ ലിവിങ് ടുഗദർ എന്നും ഡേറ്റിംഗ് എന്നും പറഞ്ഞ് നടക്കുന്നവർ പോലും വാർദ്ധക്യത്തോടടുക്കുമ്പോൾ ഒരു കൂട്ടാഗ്രഹിക്കുന്നു. 40-50 വയസ്സാകുമ്പോൾ ശരീരം തളരുമ്പോൾ നമ്മളെ താങ്ങാനും തലോടാനും ഒരാൾ വേണമെന്ന് മനുഷ്യർ ആഗ്രഹിക്കും. ഒറ്റയ്ക്കുള്ള ജീവിതം ഒരു സമൂഹത്തിനും വിജയം നൽകിയിട്ടില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ലിബറലുകൾ കൊണ്ടുവരുന്ന ഇത്തരം ആശയങ്ങൾ നമ്മുടെ കുടുംബ സംവിധാനത്തെ തകർക്കാനുള്ളതാണ്. വിവാഹം എന്നത് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്താണ്. എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ് വിവാഹമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. വിവാഹത്തിലൂടെ പെൺകുട്ടികൾക്കോ ആൺകുട്ടികൾക്കോ ഒന്നും നഷ്ടപ്പെടാനില്ല. അതൊരു സുരക്ഷിതത്വമാണ്, സമാധാനമാണ്. 18 വയസ്സോ അതിനു മുകളിലോ ആയാൽ ശാരീരികമായും മാനസികമായും പാകപ്പെട്ടാൽ വിവാഹം കഴിക്കുക എന്നതാണ് അഭികാമ്യം. അള്ളാഹു നിശ്ചയിച്ച പ്രകൃതിക്കനുസരിച്ച് ജീവിക്കുമ്പോഴാണ് യഥാർത്ഥ സമാധാനം ലഭിക്കുന്നത്. പുതിയ കാലത്തെ ഇത്തരം ചിന്താഗതിയിൽ നിന്ന് മാറി ഇസ്ലാം നൽകുന്ന മനോഹരമായ കുടുംബ സംവിധാനത്തെയും ജീവിത രീതിയെയും നമുക്ക് മുറുകെ പിടിക്കാം. അള്ളാഹു സുബ്ഹാനഹു വ തആല കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കാൻ നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇസ്ലാമിൻ്റെ പാഠങ്ങൾ ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിക്കാനുമുള്ള ഭാഗ്യം അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ. ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്താൻ കാരണമായവർക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യണം എന്ന് ഉറപ്പെടുത്തി ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോയുമായി നമുക്ക് പിന്നീട് കാണാം. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.